എല്ലാവർക്കും സ്ട്രോബെറി ചാനലിൻ്റെ ഗെറ്റ് ഷെഫ് സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയുമായി നമ്മളോടൊപ്പം ഉള്ളത് ഞങ്ങളുടെ മമ്മിയാണ്. ഗെറ്റ് ഷെഫ് സെഗ്മെൻറ്റിലെ മറ്റു വീഡിയോസ് ചാനൽ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. കോഴിവർഗത്തിലെ മിന്നും താരമായ കരിങ്കോഴിയുടെ സൂപ്പാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. കരിങ്കോഴിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഔഷധ ഗുണങ്ങളേറെ ഉള്ളവയാണ്. പ്രതിരോധ ശക്തി കൂടുതൽ ഇവ ഏത് കാലാവസ്ഥയിലും ജീവിക്കുന്നു. ഇവയുടെ എല്ലാ ഭാഗങ്ങളും കറുപ്പ് നിറമാണ്. പ്രോട്ടീൻ്റെ അളവ് വളരെ കൂടുതൽ, അതേസമയം കൊഴുപ്പിൻ്റെ അളവ് കുറവുമായതിനാൽ ഹൃദയ സംബന്ധമായ രോഗമുള്ളവർക്ക് വളരെ നല്ലതാണ്. കരിങ്കോഴിയുടെ മാംസവും മുട്ടയും പോഷക സമൃദ്ധമാണ്. ഇനി സൂപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 2 കിലോ തൂക്കമുള്ള കോഴിപ്പൂവനാണ്. തൊലിയോടുകൂടി ആണിത് എടുക്കുന്നത്. നഖത്തിൻ്റെ ഭാഗങ്ങൾ എടുക്കുന്നില്ല, കാല് ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്ത് സൂപ്പിലേക്ക് എടുക്കുന്നു. അതുപോലെ കരളും എടുക്കുന്നില്ല, കരൾ കറിക്കായിട്ട് ഉപയോഗിക്കുന്നു. സൂപ്പിലേക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ എല്ലോടുകൂടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ബാക്കി മാംസമുള്ള ഭാഗം കറി വെക്കാനായി മാറ്റി വെച്ചിരിക്കുന്നു. സൂപ്പിലേക്ക് ഇടുന്ന മറ്റു ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, 1 കുടം വെളുത്തുള്ളി, 5-6 തണ്ട് കരുവേപ്പില. നാടൻ രീതിയിലുള്ള സൂപ്പാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു മൺകലം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അതിലേക്ക് തൊലിയോടുകൂടി കഷ്ണങ്ങൾ ഞുറുക്കി കലത്തിലേക്ക് ആദ്യമായിട്ട് ഇടുന്നു. അതിനുശേഷം ഇതിന് വേണ്ട ചേരുവകളെല്ലാം ചേർത്തു. ഇനി നമുക്ക് വെള്ളമാണ് ഒഴിക്കേണ്ടത്. 4 ലിറ്റർ വെള്ളമാണ് ഇതിനാവശ്യമുള്ളത്. ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ച ശേഷം ലോ ഫ്ലെയിമിലിട്ട് 2 ലിറ്ററാക്കി എടുക്കണം. ഇനി കലവടച്ച് തീയിൽ വയ്ക്കാം. ഞങ്ങളുടെ ചാനലിൽ ഗെറ്റ് ഷെഫായി വരാൻ താല്പര്യമുള്ളവർ ചാനൽ ഇമെയിൽ ID വഴിയോ ഫേസ്ബുക്ക് പേജ് വഴിയോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം വറ്റിച്ച പകുതിയായി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് എടുക്കാം. 1 നുള്ളുപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നമുക്ക് കഴിക്കാം. ചെറു ചൂടോടുകൂടിയാണിത് കുടിക്കുന്നത്. കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനും അതുപോലെ തന്നെ വിട്ട് പനിയും ജലദോഷവും ഒക്കെ ഉള്ള കുട്ടികൾക്ക് വളരെ നല്ലതാണ്. പ്രായമായവരും ഇതൊന്ന് വെച്ച് കുടിച്ച് നോക്കണം. ക്ഷീണവും തളർച്ചയും എല്ലാം മാറിക്കിട്ടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കുടിക്കാവുന്ന പോഷകസമൃദ്ധമായ ഒരു സൂപ്പാണിത്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. ബൈ, ടേക്ക് കെയർ.